വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല. പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കണമെന്നും അതല്ലാതെ സമാധാനത്തിലേക്ക് മറ്റൊരു മാർഗമില്ലെന്നും പ്രധാനമന്ത്രി. ഭീകരതയും ചർച്ചയും ഒന്നിച്ചു പോകില്ലെന്ന് നരേന്ദ്രമോദി. അടിയേറ്റപ്പോൾ പാകിസ്ഥാൻ കരഞ്ഞപേക്ഷിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ തൽക്കാലത്തേക്ക് മാത്രമാണ് നിർത്തിവച്ചിട്ടുള്ളത്. ഭാവി എന്താകുമെന്ന് പാകിസ്ഥാന്റെ പെരുമാറ്റത്തിനനുസരിച്ചിരിക്കുമെന്നും മോദി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിച്ചേ മതിയാകൂ, അതല്ലാതെ സമാധാനത്തിലേക്ക് മറ്റൊരു മാർഗമില്ല. ഭീകരതയും ചർച്ചയും ഒന്നിച്ചു പോകില്ല, വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്നും മോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടപ്പാക്കിയ സൈനികരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൈന്യം അക്ഷീണമായി പ്രവർത്തിച്ചു. അവരുടെ സാഹസത്തെ രാജ്യത്തെ ഓരോ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. പഹൽഗാമിൽ നിരപരാധികളായവരെ വെടിവെച്ചു കൊന്നത് വ്യക്തിപരമായി വേദനിപ്പിച്ചു. കുടുംബത്തിനു മുന്നിൽ വെച്ചാണ് നിരപരാധികളെ കൊലപ്പെടുത്തിയത്. ഇതിനെതിരെ ഭീകരവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകി. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു പേരല്ല, ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരമാണ് അതിൽ പ്രതിഫലിക്കുന്നത്. 100-ലധികം ഭീകരരെ വധിച്ചു. പാക് വ്യോമത്താവളങ്ങൾ തകർത്തുവെന്നും അവരുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ത്യ നിഷ്പ്രഭമാക്കിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്